ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദി റെയിൻബോ പീപ്പിൾ എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആക്ടിവിറ്റി 1. വേർഡ് ഹണ്ട്. ലുക്ക് അറ്റ് ദി വേർഡ് ടുഗദർ. Find as many words from this word. Write each word you get inside a star. You will get 5 stars if you write 5 words. അതായത് ടുഗെദർ എന്ന ഈ ഒരു വേർഡിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റ് വേർഡ്സുകൾ ഏതൊക്കെ അവ കണ്ടെത്തി ഓരോ സ്റ്റാർസിലും എഴുതാം. ഇവിടെ നമുക്ക് ഒരു വേർഡ് തന്നിട്ടുണ്ട്, ഗോ. ടുഗെദർ എന്ന ആ ഒരു വേർഡിൽ നിന്നും കണ്ടെത്തിയ വേർഡാണ് ഗോ. അതുപോലുള്ള മറ്റ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ടുഗെദർ എന്ന ആ ഒരു വേർഡിൽ നിന്നും കണ്ടെത്തിയ മറ്റ് വേർഡ്സ് ആണ് ഗെറ്റ്, ടു, ദേ, അതർ, ദർ. ആക്ടിവിറ്റി 2. മൈ കളർ മൈ പ്രൈഡ്. എന്റെ കളർ എന്റെ അഭിമാനം. ദി റെയിൻബോ പീപ്പിൾ ആർ എക്സൈറ്റഡ് ടു ടോക്ക് അബൌട്ട് ദ ന്യൂ കളേഴ്സ്. റെയിൻബോ പീപ്പിൾ അവർക്ക് ലഭിച്ച പുതിയ നിറത്തെക്കുറിച്ച് പറയാൻ വളരെ എക്സൈറ്റഡ് ആണ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്. അവർക്ക് ലഭിച്ച ആ നിറത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നോക്കൂ. ഐ ആം ബ്ലൂ. ഞാൻ നീലയാണ്. ഐ ആം ദി കളർ ഓഫ് ദി സ്കൈ. ഞാൻ ആകാശത്തിന്റെ നിറമാണ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് അനിമൽ ഹാസ് മൈ കളർ. ലോകത്തിലെ ഏറ്റവും വലിയ അനിമലിന് എന്റെ നിറമാണ്. വേൾഡ്സ് ലാർജസ്റ്റ് അനിമൽ ഏതാണ്? ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലിന്റെ നിറം ബ്ലൂ. അടുത്ത ആൾ എന്താ പറയുന്നത് നോക്കൂ. ഐ ആം യെല്ലോ. ഞാൻ മഞ്ഞയാണ്. ഐ ഷൈൻ ലൈക്ക് ദ സൺ. ഞാൻ സൂര്യനെ പോലെ തിളങ്ങുന്നു. ഐ ആം ദി കളർ ഓഫ് സൺഫ്ലവർ. ഞാൻ സൺഫ്ലവറിന്റെ നിറമാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. അങ്ങനെയെങ്കിൽ ഈ റെഡ് കളറിനും ഗ്രീൻ കളറിനും അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നമ്മളോട് സ്വയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് കളറിന് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം. ഐ ആം റെഡ്. ഞാൻ ചുവപ്പാണ്. ഐ ആം ദി കളർ ഓഫ് ബ്ലഡ്. ഞാൻ രക്തത്തിന്റെ നിറമാണ്. ഐ ആം ആൾസോ ദി കളർ ഓഫ് ആപ്പിൾസ് ആൻഡ് സ്ട്രോബെറീസ്. അതുപോലെ തന്നെ ഞാൻ ആപ്പിളിന്റെയും സ്ട്രോബെറിയുടെയും നിറമാണ്. അടുത്തത് ഗ്രീൻ എന്താ പറയുന്നത് നോക്കൂ. ഐ ആം ഗ്രീൻ. ഞാൻ പച്ചയാണ്. ഐ ആം ദി കളർ ഓഫ് ലീവ്സ്. ഞാൻ ഇലകളുടെ നിറമാണ്. ഐ ആം ദി കളർ ഓഫ് നാച്ചർ ആൻഡ് ഐ ആം വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ ഞാൻ പ്രകൃതിയുടെയും നിറമാണ്. ഞാൻ വളരെ ഭംഗിയുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് റെഡ് കളറിനും ഗ്രീൻ കളറിനും പറയാനുള്ളത്. ആക്ടിവിറ്റി 3. ഫീലിംഗ്സ് ഇൻ വേർഡ്സ്. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ദി വേർഡ് വൗ ഷോസ് സർപ്രൈസ്. സർപ്രൈസ് എന്ന് വെച്ചാൽ അത്ഭുതം. നമ്മൾ എന്തെങ്കിലും കണ്ട് സർപ്രൈസ്ഡ് അയച്ചാൽ പെട്ടെന്ന് വാവ് എന്നുള്ള ഒരു വേർഡാണ് നമ്മൾ അവിടെ പറയുക, അല്ലേ? അപ്പോൾ ഇവിടെ സർപ്രൈസിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് വാവ്. ഹിയർ ആർ സം വേർഡ്സ് ദാറ്റ് ഷോ ഡിഫറെന്റ് ഇമോഷൻസ്. ഇമോഷൻസ് എന്ന് വെച്ചാൽ വികാരങ്ങൾ. നമുക്കുണ്ടാവുന്ന സങ്കടം, സന്തോഷം, ദേഷ്യം, ഇതിനൊക്കെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷൻസിനെ സൂചിപ്പിക്കുന്ന ചില വേർഡ്സ് താഴെ തന്നിട്ടുണ്ട്. Fill in the blanks using the words given below that matches the situations. താഴെ ചില ചിത്രങ്ങളിൽ ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്ത് വരുന്ന ഇമോഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം. ഇനി താഴെ തന്നിരിക്കുന്ന ചില ഇമോഷൻ വേർഡ്സ് ഏതൊക്കെയാ നോക്കാം. വാവ്. വാവ് എന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ പറയുന്ന ഒരു വേർഡാണ് വാവ്. അലാസ്. അലാസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ദുഃഖകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയുന്ന ചില വേർഡ്സ് ആണ്. എന്റെ ദൈവമേ, അയ്യോ എന്നൊക്കെ പറയല്ലോ, അതിനെയാണ് അലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔച്ച്. ഔച്ച് എന്ന് വെച്ചാൽ അയ്യോ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് വേർഡ് യാ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴൊക്കെയാണ് യാ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഹുറേ. അതായത് നമ്മൾ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷിക്കുമ്പോൾ ആ ഒരു നിമിഷത്തിൽ പറയുന്നതാണ് ഹുറേ എന്ന വേർഡ്. ഇനി നമുക്ക് ഇത് ഓരോ സിറ്റുവേഷനും ഏത് വേർഡാണ് മാച്ചായി വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചർ നോക്കൂ. വി ഹാവ് പ്ലേഡ് വെരി വെൽ ഡാഷ് വി ലോസ്റ്റ് ദി ഗെയിം. എന്താണ് അതിൽ പറയുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ഗെയിം നന്നായി കളിച്ചു, പക്ഷേ ഞങ്ങൾ അതിൽ തോറ്റു. അപ്പോൾ എന്താണ് വരിക? അലാസ്. അലാസ് എന്ന വേർഡാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് പിക്ചർ ഡാഷ് അവർ ടീം ഹാസ് ഓൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഞങ്ങളുടെ ടീം വേൾഡ് കപ്പിലേക്ക് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പ്രകടിപ്പിക്കുന്ന ഇമോഷൻ വേർഡ് ഏതാണ്? ഹുറേ. വിജയം, ഒരു വിജയാഘോഷമല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഹുറേ എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡാഷ് വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്. എത്ര
മനോഹരമായ ഒരു ക്യാച്ചാണ്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? വാവ്. വാവ് എന്ന വേർഡാണ് വരുന്നത്. നെക്സ്റ്റ് പിക്ചർ ഡാഷ്. യു ഹിറ്റ് മൈ ഹാൻഡ്. ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. നീ എൻ്റെ കയ്യിലേക്ക് അടിച്ചു. എൻ്റെ കൈ നന്നായി വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഔച്ച് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഡാഷ്. ബോബി യു ഹാവ് ഓൺ ദ ഫസ്റ്റ് പ്രൈസ്. എന്താണ് അവിടെ പറയുന്നത്? ബോബി നീയാണ് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് യാ. യാ എന്ന വേർഡാണ് അവിടെ സൂട്ടബിൾ ആയി വരുന്നത്. ആക്ടിവിറ്റി 4. We have seen the picture of colorful ribbons falling from the sky. Here is another picture. Look at the picture and describe what you see. അതായത് ആകാശത്ത് നിന്നും പല നിറത്തിലുള്ള റിബൺസ് വീഴുന്ന ഒരു പിക്ചർ നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടു അല്ലേ? അതുപോലെ മറ്റൊരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ആകാശത്ത് നിന്നും റിബൺസ് മാത്രമല്ല പല വസ്തുക്കളും വീഴുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു ചിത്രത്തെ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ആകാശത്ത് നിന്നും പല വസ്തുക്കളും വീഴുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ പല നിറത്തിലുള്ള റിബൺസ്, ചോക്ലേറ്റ്സ്, ഗിഫ്റ്റ്, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ ആകാശത്ത് നിന്നും വീഴുന്നതായി കാണാം. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന കുറെ കുട്ടികളും ഉണ്ടല്ലേ? അതുപോലെ ആ ഒരു മരത്തിൽ ഇരിക്കുന്ന കുരങ്ങൻ, ഒരു ആപ്പിൾ പിടിച്ചിരിക്കുന്ന കുരങ്ങനെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിന് എന്താണ് ഒരു ഹെഡിങ് എന്തായാലും നൽകിയിരിക്കണം. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ദ ജോയ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ സന്തോഷം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാണ്. ദി ചിൽഡ്രൻ ഇൻ ദിസ് പിക്ചർ ആർ വെരി ഹാപ്പി. ഈ ഒരു ചിത്രത്തിൽ തന്നിരിക്കുന്ന കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ബിക്കോസ് എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഫാളിംഗ് ഫ്രം ദി സ്കൈ. കാരണം കുറെ അധികം സാധനങ്ങൾ ആകാശത്ത് നിന്നും വീഴുന്നുണ്ട്. അത് കണ്ടിട്ടാണ് അവർ സന്തോഷമായിരിക്കുന്നത്. They are gifts, chocolates, fruits, ribbons, etc. ആകാശത്ത് നിന്നും വീഴുന്ന ആ വസ്തുക്കളാണ് ഗിഫ്റ്റ്, ചോക്ലേറ്റ്, ഫ്രൂട്ട്സ്, റിബൺസ് തുടങ്ങിയ സാധനങ്ങൾ. എ മങ്കി ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ ബ്രാഞ്ച് ഹോൾഡിംഗ് ആൻ ആപ്പിൾ. അതുപോലെ ഒരു ആപ്പിൾ പിടിച്ചുകൊണ്ട് ഒരു കുരങ്ങൻ മരക്കൊമ്പിൽ ഇരിക്കുന്നു. എ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക് ഈറ്റിംഗ് ഐസ്ക്രീം. ഒരു ആൺകുട്ടി ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഒരു കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഈച്ച് ചൈൽഡ് ഈസ് ഹോൾഡിംഗ് എ ഡിഫറെന്റ് ഒബ്ജെക്ട് ഇൻ ദെയർ ഹാൻഡ്. ഓരോ കുട്ടികളും പലതരത്തിലുള്ള വസ്തുക്കൾ അവരുടെ കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നത്. ആക്ടിവിറ്റി 5. കളർഫുൾ റിബൺസ് ബിഗൺ ടു ഫാൾ ഫ്രം ദി സ്കൈ. നല്ല കളർഫുൾ ആയിട്ടുള്ള റിബൺസ് ആകാശത്ത് നിന്നും വീഴുന്നു. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺസ്. ഇവിടെ റിബൺസ് എന്ന ആ ഒരു വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കളർഫുൾ എന്ന വേർഡ് എഴുതിയിരിക്കുന്നത്. സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. അതുപോലുള്ള ചില ഡിസ്ക്രൈബിംഗ് വേർഡ്സ് താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സെന്റൻസസ് ബൈ ചൂസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ലിസ്റ്റ്. അതുപോലെ താഴെ ചില സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന് യോജിക്കുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഡിസ്ക്രൈബിംഗ് വേർഡ്സിന്റെ മീനിങ് ആദ്യം നോക്കാം. ബ്രൈറ്റ് എന്ന് വെച്ചാൽ തെളിഞ്ഞ, സാൻഡി എന്ന് വെച്ചാൽ മണൽ നിറഞ്ഞ എന്നാണ് മീനിങ് വരുന്നത്. ബിഗ് എന്ന് വെച്ചാൽ വലുത്, ഷൈനി എന്ന് വെച്ചാൽ തിളങ്ങുന്ന, വാം എന്ന് വെച്ചാൽ ചൂടുള്ള. ഇനി ഈ ഒരു വേർഡ്സ് ഒക്കെ നമുക്ക് ഏത് സെന്റൻസിനാണ് യോജിക്കുന്നത് എന്ന് നോക്കാം. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെൻ ടു എ സാൻഡി ബീച്ച്. അവിടെ സാൻഡി എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു ദിവസം നേഹയും അവളുടെ ബ്രദർ റോഹനും ചേർന്ന് നല്ല മണൽ നിറഞ്ഞ ബീച്ചിലേക്ക് പോയി. ദി സ്കൈ വാസ് ബ്രൈറ്റ് എന്നുള്ള വേർഡാണ് അവിടെ വരിക. ദ സ്കൈ വാസ് ബ്രൈറ്റ് ആൻഡ് ദി വാട്ടർ സ്പാർക്കിൾ അണ്ടർ ദി ഷൈനി സൺ. ആകാശം നല്ല തെളിഞ്ഞതായിരുന്നു. തെളിഞ്ഞത് എന്ന് നമ്മളിവിടെ ബ്രൈറ്റ് എന്ന വേർഡ് കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തിളങ്ങുന്ന സൂര്യന് താഴെയുള്ള ആ വെള്ളം തിളങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ തിളങ്ങുന്ന സൂര്യൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഷൈനി എന്ന വേർഡ് കൊണ്ടാണ്. ദേ മേഡ് എ ബിഗ് സാൻഡ് കാസ്റ്റിൽ. അതായത് അവർ നല്ല വലിയ ഒരു മണൽ കൊട്ടാരമാണ് നിർമ്മിച്ചത്. ആൻഡ് കളക്റ്റഡ് വാം ഷെൽസ് ഫ്രം ദ ഷോർ. അതുപോലെ ആ ഒരു കടൽ തീരത്ത് നിന്നും അവർ ഇളം ചൂടുള്ള ഷെൽസും കളക്ട് ചെയ്തു. നേഹ സെഡ് ദിസ് ഈസ് ദ മോസ്റ്റ് അമേസിംഗ് ഡേ എവർ. അപ്പോൾ നേഹ എന്താണ് പറഞ്ഞത്? ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്.
ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ദി റെയിൻബോ പീപ്പിൾ എന്ന പാഠത്തിലെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്